ദൈവനാമത്തിന് എപ്പോഴും മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ആരുടെയും സഹായമില്ലാതെ ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ കിടക്കയിൽ നിന്നും കട്ടിലിൽ നിന്നും കൈപിടിച്ച് ഉയർത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ തിരുവചനം ശ്രവിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനമാണ്. നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? മൂന്ന് ചോദ്യങ്ങളാണ് പൗലോസ്ലീഹ നമ്മൾ ഓരോരുത്തരോടും ദൈവവചനത്തിലൂടെ ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹ വഴി 3 ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ്. നോമ്പിൻ്റെ 2-ാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കും. 2 ദിവസങ്ങൾ പിന്നിട്ട് മൂന്നാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഒരു ചോദ്യത്തിലൂടെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ നിനക്ക് എന്ത് മാഹാത്മ്യമാണുള്ളത്? നീ എന്തിനെക്കുറിച്ചാണ് ഇത്ര വെമ്പൽ കൊള്ളുന്നത്? അല്ലെങ്കിൽ നീ എന്തിനെക്കുറിച്ചാണ് ഇത്ര പുകഴ്ത്തിപ്പറയുന്നത്? രണ്ടാമത് ചോദിക്കുകയാണ്, നിനക്ക് ദാനമായിട്ട് ലഭിച്ചതല്ലാതെ എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? ദൈവമായ കർത്താവ് നിനക്ക് തന്നതല്ലേ നിന്റെ പൂർണ്ണതയുള്ള ശരീരം, നിന്റെ കാഴ്ച, നിന്റെ കേൾവി, നീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സമ്പത്തും, നിനക്കുള്ള മക്കൾ എല്ലാം ദാനമല്ലേ? പിന്നെന്തിനാണ് ദാനമല്ല എന്നുള്ള രീതിയിൽ, എല്ലാം എൻ്റേതാണെന്നുള്ള രീതിയിൽ നീ അഹങ്കരിക്കുന്നത്? പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നത് നമ്മളിലുള്ള ഞാനെന്നുള്ള ഭാവം, അഹങ്കാരം, എനിക്ക് മറ്റുള്ളവരെക്കാട്ടിൽ എല്ലാം ഉണ്ട് എന്നുള്ള തോന്നൽ, ഇതെല്ലാം ഈ നോമ്പുകാലത്ത് നമ്മളിൽ നിന്നും എടുത്തു മാറ്റാം. അങ്ങനെ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറാം. കർത്താവിൻ്റെ മുന്നിൽ നിങ്ങൾ എളിമപ്പെടുമ്പോൾ, ദൈവമേ എല്ലാം നീ തന്നതാണ്, എല്ലാം നിൻ്റെ കൃപ കൊണ്ട് ദാനമായി ലഭിച്ചതാണെന്ന് ഏറ്റുപറഞ്ഞ് ആ കർത്താവിൻ്റെ മുന്നിൽ നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നിനക്ക് സമൃദ്ധിയുണ്ടാവും. ദൈവം നിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരും. നിൻ്റെ ഭവനത്തിൽ സമാധാനമുണ്ടാവും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും കരുണയും സമാധാനവും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും എല്ലാം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ.
ദാനമായി അല്ലാതെ നമുക്കൊന്നുമില്ല. ഒരു കാര്യത്തിലും നമ്മൾ അഹങ്കരിക്കേണ്ട. ആ തന്നവനോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, നിന്റെ പിതാവായ ദൈവമാണ് അപ്പ എന്ന് വിളിച്ചുകൊണ്ട് നിനക്ക് ഏത് നിമിഷവും കടന്നു ചെല്ലാൻ പറ്റുന്ന നിന്റെ പിതാവായ ദൈവമാണ് ഇതെല്ലാം തന്നിരിക്കുന്നത്. ഒരു നിമിഷം നമ്മളിൽ നിന്നും അഹങ്കാരത്തെ എടുത്തു മാറ്റും. കൂടുതൽ അഹങ്കരിക്കുമ്പോൾ നമ്മൾ വീഴ്ചയിലേക്കായിരിക്കും പോകുന്നതെന്ന് മനസ്സിലാക്കുക. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് യാചിക്കാം. യേശുക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.